ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് അസ്ലു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഫുഡ് വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവോ? ഇതാണ് സ്പോട്ട്, BBQ നേഷൻ, ബാർബിക്യൂ നേഷൻ. കോഴിക്കോടുള്ള ബാർബിക്യൂ നേഷൻ്റെ ഔട്ട്ലെറ്റിലാണുള്ളത്. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഔട്ട്ലെറ്റുള്ള ഒരു വലിയൊരു ഫുഡ് ചെയിൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ബഫറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ബഫറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യല്ലേ? കോഴിക്കോട് മാവൂർ റോട്ടിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സിനായിട്ടും ഒക്കെ വന്ന് കുറേ സമയം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. നമ്മൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാലേ ഫുഡ് വരുള്ളൂ. BBQ ആണ്. നമുക്കറിയാം, ഫിഷ്, പ്രോൺസ്, പിന്നെ ചിക്കന്, പിന്നെ വെജ് ആയിട്ടുള്ള 3 ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഇവിടെ സ്റ്റാർട്ടർ വരുന്നത്. പിന്നെ മെയിൻ കോഴ്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഐറ്റംസ് വേറെ ഉണ്ട്. പിന്നെ ഡെസേർട്സ്, അത്യാവശ്യം ഗുലാബ് ജാമുൻ, അതുപോലെ സേമിയ പായസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്നൊന്ന് അടിച്ച് പൊളിക്കാം. ഇവിടുത്തെ ലഞ്ചിന് നമുക്ക് കോസ്റ്റ് ചെയ്യുന്നത് 750+ ടാക്സ്, ഏകദേശം 786 റുപ്പീസാണ്. ഈ ഒരു റേറ്റിന് അൺലിമിറ്റഡ് ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്കിവിടെ ചിക്കൻ സൂപ്പ് വന്നിട്ടുണ്ട്. സൂപ്പ് നല്ല ടേസ്റ്റി ആയിരുന്നു. സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പ്ലേറ്റിലുള്ളത് കാജൂൺ സ്പൈസ് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഫ്രൈ ചെയ്താണ്. നല്ല അടിപൊളിയായിരുന്നു സംഭവം. ഇനി നമുക്ക് ഗ്രില്ലിലോട്ട് കിടക്കാം. ആദ്യം പൈനാപ്പിൾ ഗ്രില്ലുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ ഉള്ളത് വെജ് ഐറ്റംസ് ആയിട്ടുള്ള പനീറും അതുപോലെ പൊട്ടാറ്റോ ഗ്രില്ലാണ്. നെക്സ്റ്റ് ഐറ്റംസ് ആയിട്ട് വന്നത് വെജ് കട്ട്ലേറ്റും ക്രിസ്പി കോണുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോൺ വെജ് ഐറ്റംസിലേക്ക് കിടക്കാം. നോൺ വെജിലൂടെ പ്രധാനമായിട്ട് വരുന്ന ഒന്ന് ചില്ലി പ്രോൺസ് ആണ്, നമ്മുടെ ചെമ്മീൻ ചുട്ടത്. അതുപോലെ തന്നെ കോസ്റ്റൽ BBQ ഫിഷ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. അതുപോലെ തന്നെ ചിക്കൻ ടിക്ക. 90% കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേറ്റിലോട്ട് വരല്. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യുക. ഇതായി കാണുന്ന പോലെ. മുൻകാല പരിചയമുള്ള അഫ്താബിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൈക്കൊണ്ടിട്ട് തന്നെ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ടർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഗ്രില്ലിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരുന്നു. ആ സമയത്ത് നമ്മളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവർ വേറൊരു സാധനം പ്ലേറ്റിലേക്ക് ഇട്ട് മട്ടൻ സീക്ക് കബാബ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. ഞാൻ വീണ്ടും പിന്നെ അതിലേക്കായി കോൺസെൻട്രേഷൻ. പിന്നെ അത് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പിയാണ്, എമ്മിയാണ്. അഫ്താബ് വീണ്ടും സ്റ്റാർട്ടിൽ തന്നെ ഒതുങ്ങി നിന്നപ്പോൾ ഞാൻ എൻ്റെ കർമ്മ മേഖല മെയിൻ കോഴ്സിലേക്ക് വികസിപ്പിച്ചെടുത്തു. വെജിറ്റേറിയൻ ഡിഷസിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് വെജ് ബിരിയാണി ഉണ്ട്, അതേപോലെ ഒരു കറി ഉണ്ട്, ഗ്രേവി. നമുക്ക് പിന്നെ വരുന്നത് പ്ലെയിൻ റൈസും ദാൽ തക്കട എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗ്രേവിയുമാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വരുന്നത് വെജിറ്റബിൾ കുറുമ, പിന്നെ പനീർ ബട്ടർ മസാല, ഇത് രണ്ടുമാണ്. ഇതിൻ്റെയൊക്കെ തിക്നെസ് കണ്ടാൽ അറിയാം. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ ഗ്രേവിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് വെജ് ഹോട്ട് ഗാർലിക് സോസ്, അതുപോലെ തന്നെ വെജ് നൂഡിൽസും ഉണ്ട്. നോൺ വെജുകാർക്ക് മാത്രമല്ല, പ്യുവർ വെജ് ലവേഴ്സിനും ഏറ്റവും അടിപൊളി സ്പോട്ടാണെന്ന് തന്നെ ഇവർ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ബ്രെഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് നാന്, റൊട്ടി, പൊറോട്ട ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മളിനി നോൺ വെജ് ഐറ്റംസിലേക്ക് കടക്കുകയാണ്. നോൺ വെജിൽ എഗ്ഗ് കറി ഉണ്ട്, അതുപോലെ തന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ട്. എഗ്ഗ് കറി വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷേ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഫിഷ് ഐറ്റംസ് ആയിട്ടുള്ള ഫിഷ് മംഗോളിയനും അതുപോലെ തന്നെ മട്ടൻ്റെ മസാല ഗ്രേവിയും വന്നിട്ടുണ്ട് ഇവിടെ. മട്ടൻ്റെ ഗ്രേവിയൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി തിക്ക് ഗ്രേവിയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റം ബട്ടർ ചിക്കനാണ്. ബട്ടർ ചിക്കനും നല്ല മെയ്ക്കാണ് ഇവർ. അവസാനമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് മലബാർ ദം ബിരിയാണിയാണ്. ഏത് ടേസ്റ്റുള്ള ആളുകൾക്കും പ്രിയപ്പെട്ട ഏത് തരം ഭക്ഷണവും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മെയിൻ കോഴ്സ് എടുത്ത് തിരിച്ച് വന്നപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ചിക്കൻ വിങ്സ് ഉണ്ട്. ചിക്കൻ വിങ്സ് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല എന്ന് പറയാം. ഇതാണ് നമ്മൾ പ്ലേറ്റിൽ നമുക്ക് കാണാം. ഇതിൽ ബട്ടർ ചിക്കന് ഭയങ്കര ഉഷാറായിരുന്നു. അതുപോലെ തന്നെ മട്ടൻ്റെ ഗ്രേവിയും നല്ല രസമുണ്ടായിരുന്നു. നൂഡിൽസ് വലിയ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ചിക്കൻ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു. ദം ബിരിയാണി ഒത്തൻറ്റിക് ദം ബിരിയാണീൻ്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ കോഴ്സ് മാത്രം ട്രൈ ചെയ്താൽ പോലല്ലോ, ഡെസേർട്ട് നോക്കണ്ടേ. ഡെസേർട്ടിൽ അവിടെ ആദ്യം വരുന്നത് കുൽഫിയാണ്. കുൽഫിയിൽ മലായി കുൽഫി ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോബെറി കുൽഫി ഉണ്ട്. സ്ട്രോബെറി കുൽഫിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മലായി വലിയ ടേസ്റ്റൊന്നുമില്ല. കുൽഫിക്ക് പുറമെ ഇവിടെ ഉള്ളത് സേമിയ പായസമാണ്. സേമിയ പായസം തീരെ തിക്കൊന്നുമല്ല, വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുനൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം.
പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഹൽവ ഉണ്ട്, ഗാജർ ഹൽവ. ഇതൊന്നും അധികം കഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ കഴിയില്ല. കേക്ക്സും ഉണ്ട്. പിന്നെ ഞാൻ തന്നെ സംവിധാനം ചെയ്ത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വേറൊരു ഐറ്റം ഉണ്ട്. ഇതിനെന്ത് പേര് വിളിക്കണം എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ഡെസേർട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സലാഡ് സെക്ഷനിലേക്ക് പോവാം. സലാഡ് സെക്ഷനിൽ ഇവിടെ ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്, അതുപോലെ ഒണിയൻ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുക്കുംബർ, പിന്നെ ഒരു മഷ്റൂമിൻ്റെ സ്പ്രൗട്ട് സലാഡ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വേറൊരു സലാഡ് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സലാഡ്സും റൈത്തയും പിക്കിൾസൊക്കെ അവൈലബിൾ ആണ്. സലാഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് പോയി നോക്കിയതാണ്. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആഘോഷ നിമിഷങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള കേക്കും അതുപോലെ അവരെ വിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. പരിപാടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സെലിബ്രേഷൻ വേണമെന്ന് പറഞ്ഞു. Okay, hi sir. Actually, my name is Manoranjan sir. Actually, I'm come from Odisha. I'm working sir, badminton sir. So actually, how to taste our food sir? Our service. How to taste our food sir? It's very nice actually. The mutton wala. Okay. That one is superb. Oh, thank you so much sir. Okay. And your service. It's awesome. Thank you so much sir. Actually, our motto is excellent food and excellent service sir. So actually, our motto only sir, your happiness. I need only your happiness sir. Okay. So are you satisfied with my service sir? Yeah, sure. Thank you so much sir. Actually, really nice to meet you sir. Please sir, next time coming sir, coming my section sir. This is my section. So please next time coming, please come in my section. അപ്പം ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ലഞ്ച് ഏകദേശം 3:30-4 മണിയായപ്പോഴാണ് കഴിച്ചത്. എങ്കിലും ഉഷാറായി. ഇനി ഡിന്നറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരോടെ ഫുഡ് കഴിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. എന്താ വേണം ഉസ്താവേ, എന്തെങ്ങനെ ഇരിക്കുന്നത്? ഓ, ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു പോവാ? സ്കൂട്ടറായിട്ട് വരുന്നില്ലേ, കാറായിട്ട് കിടന്നുറങ്ങിയിരുന്നല്ലേ? അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതിന് കരുതാണ്. അപ്പൊ ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. സ്റ്റേ ട്യൂൺ, ട്രാവൽ വിത്ത് അസ്ലു. ബൈ.